അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോർപ്പറേഷൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇത് HDC ടെക്സ്റ്റിൻ്റെ ബേസിൽ മാത്രമുള്ള പോയിൻറ്റ്സ് ആണ് നോക്കുന്നത്. PSC എക്സാമിനൊക്കെ അതിൻ്റെ ബേസിലാണ് കൂടുതലും ചോദിക്കാറ്. അപ്പോൾ നമുക്ക് നോക്കാം. കാംഗോ എന്ന് പറഞ്ഞാൽ സെൻട്രൽ അരക്കനട്ട് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. അപ്പം കാംഗോയുടെ എക്സ്പാൻഷൻ സെൻട്രൽ അരക്കനട്ട് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. കാംഗോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1973 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം. അപ്പോൾ കാംഗോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1973 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. കാംഗോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മാംഗ്ലൂരാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കേരളവും കർണാടകവും. അപ്പം കാംഗോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മാംഗ്ലൂര്, ഏരിയ ഓഫ് ഓപ്പറേഷന് കേരളവും കർണാടകവുമാണ്. കാംഗോയുടെ മെമ്പേഴ്സ് ആരാന്ന് നോക്കാം. മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അറ്റ് പ്രൈമറി, ഡിസ്ട്രിക്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലെവല്, കൺസ്യൂമർ സൊസൈറ്റീസ്, കോർപ്പറേഷൻസ് ഓൺഡ് ബൈ ഗവൺമെൻറ്, നാഷണൽ ലെവൽ അപ്പെക്സ് സൊസൈറ്റീസ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എക്സെട്ര. അപ്പം കാംഗോയുടെ മെമ്പേഴ്സ് വരുന്നത് മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അറ്റ് ദ പ്രൈമറി, ഡിസ്ട്രിക്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലെവല്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോർപ്പറേഷൻ ഓൺഡ് ബൈ ഗവൺമെൻറ്, നാഷണൽ ലെവൽ അപ്പെക്സ് സൊസൈറ്റീസ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പം കാംഗോയുടെ വർക്കിംഗ് ഫണ്ട് റേസ് ചെയ്യുന്നത് വിത്ത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓഫ് SBI, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓഫ് കേരള ആൻഡ് കർണാടകയ, കാനറ ബാങ്ക് ആൻഡ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. അപ്പം കാംഗോയുടെ വർക്കിംഗ് ഫണ്ട് റേസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വരുന്നത് SBIന്ന്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഓഫ് കേരള ആൻഡ് കർണാടക, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. During 1970-71, a sudden market crisis led the Arakanat farmers to panic, and this resulted in the organization of Camgo. അപ്പം 1970-71 ഒരു മാർക്കറ്റ് ക്രൈസിസ് വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് കാംഗോ ഫോം ചെയ്തത്. കാംഗോയുടെ മെയിൻ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ടു പ്രൊക്യൂർ അരക്കനട്ട് ആൻഡ് കൊക്കോ ഫ്രം ഫാർമേഴ്സ് ഓൺ ആൻ ഏജൻസി ബേസിസ് ഓർ outright purchase basis, to sell arakanut and cocoa and their products to best advantage of members, to promote and develop cultivation, processing and marketing of arakanut and cocoa. അപ്പം കാംഗോയുടെ മെയിൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അരക്കനട്ടും കൊക്കോയും ഒക്കെ ഫാമേഴ്സിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുക, ഒന്നെങ്കിൽ ഏജൻസി ബേസിസിൽ അല്ലെങ്കിൽ ഔട്ട്റൈറ്റ് പർച്ചേസ് ബേസിൽ. പിന്നെ അരക്കനട്ടും കൊക്കോയും അവരുടെ പ്രോഡക്ട്സൊക്കെ സെല്ല് ചെയ്യുക, മെമ്പേഴ്സിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ അതൊക്കെ വിൽക്കുക. ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് കൾട്ടിവേഷന്, പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് അരക്കനട്ട് ആൻഡ് കൊക്കോ. കാംഗോ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ ചോക്ലേറ്റ് മാനുഫാക്ചറിംഗ് ഫാക്ടറി ഇൻ കർണാടക. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഫാക്ടറീസ് ടു പ്രോസസ് അരക്കനട്ട് ആൻഡ് കൊക്കോ. അപ്പം കാംഗോ ഒരു ചോക്ലേറ്റ് മാനുഫാക്ചറിംഗ് ഫാക്ടറി കർണാടകത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് അരക്കനട്ടും കൊക്കോയൊക്കെ പ്രോസസ്സ് ചെയ്യാനുള്ള ഫാക്ടറീസൊക്കെ ഇതിനുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് HDC ടെക്സ്റ്റിൽ കാംഗോയെക്കുറിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പോയിൻറ്റ്സ് ഒന്നുകൂടെ നോക്കാം. കാംഗോ എന്ന് പറഞ്ഞാൽ സെൻട്രൽ അരക്കനട്ട് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1973 രജിസ്റ്റർ ചെയ്തത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് മാംഗ്ലൂര്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കേരളവും കർണാടകവുമാണ്. കാംഗോയുടെ മെമ്പേഴ്സ് മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അറ്റ് പ്രൈമറി, ഡിസ്ട്രിക്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലെവല്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോർപ്പറേഷൻ ഓൺഡ് ബൈ ഗവൺമെൻറ്, നാഷണൽ ലെവൽ അപ്പെക്സ് സൊസൈറ്റീസ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. കാംഗോയുടെ വർക്കിംഗ് ഫണ്ട് റേസ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നത് SBI, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓഫ് കേരള ആൻഡ് കർണാടകയ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്.
1970-71 മാർക്കറ്റ് ക്രൈസിസ് വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ക്യാംകോയുടെ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ക്യാംകോയുടെ മെയിൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ടു പ്രൊക്യൂർ അരക്കനട്ട് ആൻഡ് കൊക്കോ ഫ്രം ഫാർമേഴ്സ് ഓൺ ആൻ ഏജൻസി ബേസിസ് അല്ലെങ്കിൽ ഔട്ട്റേറ്റ് പർച്ചേസ് ബേസിസിൽ, ടു സെൽ അരക്കനട്ട് ആൻഡ് കൊക്കോ ആൻഡ് ദെയർ പ്രോഡക്ട്സ് ടു ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദ മെമ്പേഴ്സ്, ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് കൾട്ടിവേഷൻ, പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് അരക്കനട്ട് ആൻഡ് കൊക്കോ. ഇപ്പോൾ കാംകോ ഒരു ചോക്ലേറ്റ് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് കർണാടകത്തിൽ. അപ്പോൾ അതിന് സ്വന്തമായിട്ട് അരക്കനട്ടും കൊക്കോയും ഒക്കെ പ്രോസസ്സ് ചെയ്യാനുള്ള ഫാക്ടറീസും ഉണ്ട്. അപ്പം ക്യാംകോയെക്കുറിച്ചുള്ള മെയിൻ പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ സെയിം ഇതിൽ തന്നെ തന്നത് HDC ടെക്സ്റ്റിൻ്റെ ബേസിൽ എക്സാംസിന് ചോദിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.